ഹായ് മക്കളമാരെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും രാവിലെ കാപ്പി കുടിച്ചോ? ഞാൻ രാവിലെ കാപ്പി ഉണ്ടാക്കാൻ പോവുകയാണേ. കണ്ടോ, എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പത്തിന് മാവ് കോരി ഞാൻ സോഡാപ്പൊടി ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം ഉണ്ടാക്കാൻ പോവുകയാണേ. അപ്പവും അപ്പത്തിൻ്റെ കൂടെ ഇന്നൊരു സ്പെഷ്യലായിട്ടൊരു സാധനമാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ആ സാധനം ഉണ്ടാക്കട്ടെ. അതിനു വേണ്ടി എനിക്ക് വേണ്ട സാധനമാണ്, കണ്ടോ, ഇച്ചിരി വിളഞ്ഞ തേങ്ങ ആയിരിക്കണം ഇത്. അത് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ആദ്യം തിരുകട്ടെ തേങ്ങ കേട്ടോ. ഇത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് ചെറിയുള്ളി. ചെറിയുള്ളി ഇത്രയും വേണം. തേങ്ങ, പിന്നെ ഒരു കറിവേപ്പില, മുളക് പൊടി. ഇത് കാശ്മീരി ചില്ലിയാണേ, അപ്പോൾ എരി കുറവായിരിക്കും ഇതിന്, അതുകൊണ്ടാണ് ഞാൻ അത്ര ഇട്ടത്. അല്ലെ കുറച്ചിട്ടാൽ മതി. മറ്റല്ലാത്ത സാധാ ആണെങ്കിൽ കുറച്ചിട്ടാൽ, അതായത് കൂടിയ മുളക്, എരിവുള്ള മുളകാണെങ്കിൽ കുറച്ചിട്ടാൽ മതി. ഇത് കാശ്മീരി ചില്ലിക്ക് അധികം എരി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത്ര ഇട്ടത് കേട്ടോ. പിന്നെ ഉപ്പ്. ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലിട്ട്, മിക്സിയുടെ ജാറെന്ന് പറയുന്നത് ഈ ജാറിലിടണം, അരി അരയ്ക്കുന്ന ജാറിൽ. ഇതെല്ലാം ഇട്ടതിന് ശേഷം കാണിച്ചു തരാവേ. അപ്പം കണ്ടോ, ഞാൻ ഈ ജാറിലിട്ട്. ഇനി ഞാൻ ഇതിനകത്തൊരു 2 അടി കൊടുത്താൽ മതി. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പിന്നെ ഒരുപാട് ഇട്ട് അരക്കരുത്. അരി അരിയുന്നതിൻ്റെ കണക്ക് കിടന്ന് അരയരുത്. ഈ തേങ്ങയൊക്കെ ഇതേപോലെ തന്നെ കിടക്കുന്നത്. ആ ഉള്ളി ഒന്ന് ചെറുതാവും, അത്രയേ ഉള്ളൂ വ്യത്യാസം കേട്ടോ. ചെറുതായിട്ട് കാണിച്ചു തരാം, ഞാൻ അരച്ചിട്ട് കാണിച്ചു തരാം. നമുക്ക് നോക്കാം. ഇതാ ഇത്രയാകാം. ഇത്രയായതിനു ശേഷം ഇതിനെ കടുവറക്കാം. ഓക്കെ, അത് അരയ്ക്കുമ്പോഴത്തേന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് നേരം അരച്ചു കളയില്ല. മിക്സിയുടെ ജാറിൽ വെച്ചതിന് ശേഷം ഇതിനെ റിവേഴ്സ് ആക്കണം ഇങ്ങനെ. അപ്പോൾ ഇത് റിവേഴ്സ് ആക്കുമ്പോഴത്തേനെന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് ഇങ്ങനെ ആക്കുമ്പോഴത്തേനും അതിനകത്ത് ആ ഉള്ളിയൊക്കെ അതങ്ങ് പെട്ടെന്ന് അത് ഇങ്ങനെ അരയും. തേങ്ങയപ്പം കറങ്ങി വരും. അത്ര ആയാൽ മതി. ഓക്കെ, ഇതിന് നമുക്ക് കടുക് വറക്കാൻ ആവശ്യമുള്ളത് ഒരു ചെറിയ ചുമന്നുള്ളി, ഒരു ചെറിയ വെളുത്തുള്ളി, പിന്നെ ഒരു സ്വല്പം ഇഞ്ചി, ഒരു തണ്ട് കറിവേപ്പില, ഒരു 2 വറ്റൽമുളക്. നമുക്ക് കടുക് വറക്കാം. ചട്ടി ചൂടായി, ചീനിച്ചട്ടി ചൂടായേ, നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ ചൂടായി, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് കൂട്ടി കഴിഞ്ഞ് നമുക്ക് ഒന്ന് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇഞ്ചി എല്ലാം കൂടെ ഇട്ടിട്ടില്ലേ, അതൊക്കെ കൊടുക്കാം. ആ ഉള്ളിയൊക്കെ അങ്ങോട്ട് മൂത്ത് വരുമ്പോഴേ അത് നല്ല മണമാണ്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമ്മുടെ അരച്ച് വെച്ച് അതിനകത്തോട്ട് തട്ടി ഇളക്കി. ഇതിൻ്റെ ഈ വെള്ളം ഇതിപ്പോൾ ഇച്ചിരി ഒരു പിന്നെ ഉള്ളിയുടെ ഒരു അത് ഇല്ലേ, ഉള്ളിയുടെ ഒരു നനവില്ലേ ഇതിനകത്ത്. ഇനി അത് അങ്ങ് ഉണങ്ങും. ആ വെള്ളം ഈർപ്പം അങ്ങ് വറ്റിക്കണം. ഓക്കെ, ഈർപ്പം, അതിൻ്റെ ഈർപ്പം കുറച്ച് വറ്റട്ടെ. അത് ചിപ്പുണ്ടോ നോക്കട്ടെ ഞാൻ. അടിപൊളി ടേസ്റ്റ്. ഇത് എത്ര ആയാൽ മതി. നമുക്ക് ഇത് ഓഫാക്കിയിടാം കേട്ടോ. നമുക്കിനി അപ്പം ഉണ്ടാക്കാം. അതിന് ചപ്പച്ചട്ടി അടപ്പ് വെച്ച് അപ്പം എന്തായാലും നോക്കാതെ. അപ്പം ആയി. അപ്പം ഇനി അടുത്തത് പോലില്ല. വരുന്ന പ്രമാണിച്ച് മമ്മി എന്നാ ചെയ്യുന്നറിയാമോ? ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്.
അടിപൊളി ചമ്മന്തി. മക്കൾക്ക് ഇഷ്ടമുള്ള ഒരു പീര ടൈപ്പിൽ ഒരു ചമ്മന്തി ഇല്ലേ, അപ്പത്തിൻ്റെ കൂടെ കഴിക്കുന്നത്. ഇന്ന് അതാ ഉണ്ടാക്കിയേക്കുന്നത് മമ്മി. അപ്പം ഇതാണ് മക്കളുടെ സ്പെഷ്യൽ. അടിപൊളിയല്ലേ? ഭയങ്കര ടേസ്റ്റ്. ഇത് അമ്മച്ചിയൊക്കെ ഉള്ള സമയത്തെ, നമ്മുടെ കൊട്ടാരക്കര അമ്മച്ചി ഉള്ളപ്പോൾ നമ്മളപ്പം ഉണ്ടാക്കുമ്പോൾ ഇതാണ് സ്ഥിരം നമുക്ക് ഉണ്ടാക്കിയത്. ഭയങ്കര ടേസ്റ്റാണ്. ഇനിയും ദേ പഴം, മുട്ട. ഇത് കഴിച്ചിട്ടല്ലേ മക്കളത് കഴിക്കത്തുള്ളൂ. അപ്പം പിന്നെ അതവിടെ ഇരിക്കട്ടെ, കഴിച്ചിട്ട് വന്നെടുത്താൽ മതി. ഇനി ചായ ഒഴിക്കട്ടെ. ചായ. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, സി യു.